கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷார்ட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம். எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? എന്തോ കൈയുണ്ട്. എന്നിട്ട് யோசிச்சேன் சார், எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். സംശയമൊന്നുമില്ലല്ലേ? അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. 2020 പടത്തിൽ വന്ന ക്ലൈമാക്സിൽ വന്ന സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. പ്ലീസ് പറയരുത്. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. അതുകൊണ്ട് അതിന് പോവാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്, ശരിയാണ്. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. ഇവங்க 3 പേരും மட்டும் தான் നടന്നു വരാங்க. അത് ശരി, അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ അവളുടെ കൂട്ടുകാരൻ പോകും. നീ അവിടെ പോയി വളവളവളാന്ന് സംസാരിച്ച് സ്വന്തം വില കളയരുത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു സാർ, ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എന്റെ പൂജയും എല്ലാം വെച്ച് തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. എടാ മാരുതി, നീ പോടേ, പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. അതിന് പോണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? അയ്യേ